പിരിമുറുക്കം ലഘൂകരിക്കുന്നത് ചൈനയുടെ സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ അനുവദിക്കുന്നു. കൂടാതെ ട്രംപ് ഒരു പുതിയ വ്യാപാര യുദ്ധം പുനരാരംഭിക്കാൻ പോകുമ്പോൾ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയിൽ ഇടം നഷ്ടപ്പെടുന്നത് ചൈനീസ് സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം താങ്ങാവുന്നതല്ല. ഇന്ത്യയുമായുള്ള നീണ്ടു നിൽക്കുന്ന അതിർത്തി സംഘർഷങ്ങൾ ഇന്ത്യയെ അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ തുടങ്ങിയ ശക്തികളോട്, അതായത് ക്വാഡ് പോലെയുള്ള ശക്തികളോട് അടുപ്പിച്ചു. ഇത് ചൈനയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വെല്ലുവിളി നിറഞ്ഞതും ശ്വാസം മുട്ടിക്കുന്നതുമായ ഭൗമരാഷ്ട്രീയ അന്തരീക്ഷത്തെ അർത്ഥമാക്കുന്നു. അതിർത്തിയിലെ പിരിമുറുക്കം പരിഹരിച്ചുകൊണ്ട് ചൈന സാധ്യമായ സൈനിക സാമ്പത്തിക തകർച്ചകൾ ഒഴിവാക്കുകയും നയങ്ങൾ പുനഃക്രമീകരിക്കാൻ സ്വയം ഒരു ആശ്വാസം തേടുകയും ചെയ്യുന്നു. ഇന്ത്യയുടെ മുന്നോട്ടുള്ള വഴിക്ക് അതിന്റെ സുരക്ഷ ഉറപ്പാക്കാനും പ്രാദേശിക അഖണ്ഡത നിലനിർത്താനും പ്രാദേശികവും ആഗോളവുമായ നിലയെ ശക്തിപ്പെടുത്താനും നയതന്ത്ര, സൈനിക, തന്ത്രപരമായ നടപടികളുടെ മിശ്രിതം ആവശ്യമുണ്ട്. സൈനികരുടെ മൊബിലിറ്റിയും ലോജിസ്റ്റിക്സും മെച്ചപ്പെടുത്തുന്നതിന് അതിർത്തിയിലെ അടിസ്ഥാന സൗകര്യങ്ങളിൽ നിക്ഷേപം തുടരുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നടപടി. LACയിലെ പ്രവർത്തനങ്ങളുടെ തത്സമയ നിരീക്ഷണത്തിനായി വിപുലമായ നിരീക്ഷണ സംവിധാനങ്ങൾ, ഡ്രോണുകൾ, ഉപഗ്രഹങ്ങൾ എന്നിവ ഇന്ത്യ നിലവിൽ വിന്യസിക്കുന്നു.